ഓപ്പറേഷൻ സൺറൈസ് വാലി ഇന്ന് രണ്ടാം ദിനത്തിലാണ്. കാരണം അവിടെ ഒട്ടും നേരത്തെ തെരച്ചിൽ പ്രായോഗികമായിരുന്നില്ല. ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ 12 അംഗ സംഘത്തെ ഇന്നലെ അവിടെ ഇറക്കി തെരച്ചിൽ തുടങ്ങി. ഇന്ന് രണ്ടാം ദിനത്തിലും തെരച്ചിൽ. ഇന്ന് കെഡാവർ ഡോഗിൻ്റെ സഹായം കൂടി തേടുന്നുണ്ട്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുമെന്ന ഒരു കണക്കുകൂട്ടലാണ്. സമഗ്രമായ ഒരു തെരച്ചിലിനാണ് തയ്യാറെടുത്ത് കമാൻഡോ സംഘം ഉൾപ്പെടെ പോയത്. SOG കമാൻഡോ SP കൂടിയായ തബോഷ് ബസ്മദാരിയോ, എങ്ങനെയാണ് ഇന്നത്തെ ഒരു തെരച്ചിൽ? അതിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? നമുക്ക് ഇന്നലെ ചെയ്ത പോലെ ഇനിയും ഒരു 12 മെൻ ഉള്ള പാർട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു കടബേർഡ് ഡോഗും ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കടബേർഡ് ഡോഗ് ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് നോക്കുന്നുണ്ട്. ഇന്നലെ 3 കിലോമീറ്ററോളം തെരച്ചിൽ നടത്തി. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് കൂടുതൽ മേഖലകൾ എത്ര കിലോമീറ്ററോളം തെരച്ചിൽ നടത്താൻ പറ്റുമെന്നാണ് കണക്ക് കൂട്ടുന്നത്? ഇന്നലെ ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ സെർച്ച് ചെയ്തിരുന്നു. അതിന് ഇത് ഇന്നലെ ആഡ് ചെയ്ത പോയിന്റിൽ നിന്ന് കുറച്ചുകൂടി താഴിലോട്ട് ഏകദേശം 6 കിലോമീറ്റർ വരെ നോക്കാൻ വേണ്ടി നമ്മൾ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെർച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അതിൽ കുറച്ച് സമയമൊക്കെ നോക്കിയിട്ട് കാലാവസ്ഥ നോക്കിയിട്ട് അവർക്ക് ക്യാപ്റ്റൻ തന്നെ നോക്കണം വേണ്ടി പറയുന്നുണ്ട്. ഈ മുകളിലുള്ള ഇപ്പോൾ ചൂരൽമല അല്ലെങ്കിൽ മുണ്ടകൈ മുതൽ പുഞ്ചിരിമറ്റം അടക്കമുള്ള മേഖല സമാനമായോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യാപ്തിയുണ്ടോ അവിടെ ഈ മണ്ണും പാറക്കല്ലുകളും വന്നത്? പാറക്കല്ലുകൾ കൂടുതലാണെന്ന് പറഞ്ഞു. കുറച്ച് ഡെബ്രീസും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കടവർ ഉപയോഗിച്ചിട്ട് ആ സ്ഥലങ്ങൾ പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇന്ന് ആ മേഖലയിലുള്ള ഒരു വിശദമായ തെരച്ചിൽ കെഡാവർ ഡോഗിൻ്റെ സഹായത്തോടെ നടത്തുമ്പോൾ സ്വാഭാവികമായും മണ്ണ് നീക്കാനുള്ള ആയുധങ്ങളുമായാണ് ഈ കമാൻഡോ സംഘം അങ്ങോട്ട് പോയത്. അതിൽ 6 പേർ ആർമിയിലെ കമാൻഡോസ്, അതിൽ 4 പേർ SOG പോലീസിൻ്റെ IRB ബറ്റാലിയനിലെ പ്രത്യേക പരിശീലനം ലഭിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങളായ 4 പേരുണ്ട്. 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരുമാണ് ഇന്നത്തെ ഓപ്പറേഷൻ്റെ ഭാഗമായി ഈ മേഖലയിൽ സൺറൈസ് വാലിയിലേക്ക് പോയത്. അവരെ 2 ഘട്ടമായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിൽ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. വൈകിട്ട് ഏതാണ്ട് 4:30 വരെ ഈ തെരച്ചിൽ തുടരും. അതിനുശേഷമാണ് ഇവരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൽപ്പറ്റയിലെ SKM-GHSS മൈതാനിയിലേക്ക് എത്തിക്കുക. അതിനിടയിൽ അവിടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ എയർലിഫ്റ്റ് ചെയ്ത് നേരെ കൽപ്പറ്റ ഈ SKM-GHSS മൈതാനിയിലേക്ക് കൊണ്ടുവരും.